ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണെന്ന് മനസ്സിലാകുകയില്ല. അത്രക്കും ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവിനെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് ചേർക്കാതെയാണ് ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് വെള്ളത്തിൽ കുതിർന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പാലെടുക്കണം. കൈകൊണ്ട് നമ്മൾ നല്ലവണ്ണം പിഴിയുമ്പോൾ നല്ല ഒരു ഗോതമ്പിൻ്റെ ഒരു പാല് കിട്ടും. ഇപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നമ്മൾ ഈ ഒരു ഗോതമ്പിൻ്റെ ഈ ഒരു തവിട് മാത്രം കിട്ടുന്ന വിധത്തിൽ നമുക്കിതിനെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ തവിട് മാത്രമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാല് ഒരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു ഗോതമ്പ് പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഗോതമ്പിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് മിൽക്കാണ്. ഈ ഒരു 2 കപ്പ് പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കട്ട് ചെയ്താൽ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഈ ഒരു ഉള്ളിൻ്റെ ഫ്ലേവർ വെന്ത് വരുമ്പം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് ഈ ഒരു ഉള്ളി ഇതിൽ നിന്ന് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാതെയാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി നേരിട്ട് ഇതിലേക്ക് കലക്കി ഒഴിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നല്ല കട്ടിയായി പോകും. ഗോതമ്പാണെങ്കിൽ ഒരുപാട് വെന്ത് വരികയും ചെയ്യില്ല. ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇനി നമുക്കിതിലേക്കൊരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ പാലെടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്നൊന്നും കട്ട കിട്ടില്ല. നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗോതമ്പ് പൊടിയിൽ ചെയ്തൊരു ഡ്രിങ്കാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്താലും മതി. പക്ഷേ നമ്മൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മധുരം നോക്കിയിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ തിളച്ച് പൊങ്ങി വരുമൊന്നുമില്ല. ചെറുതായിട്ട് തിളച്ച് വരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു കട്ടിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂടുതലായി തോന്നാമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് തിളപ്പിച്ച പാലോ തിളച്ച വെള്ളമോ ഒഴിച്ചാൽ മതി. പക്ഷേ നമ്മൾ വീണ്ടും ഇതിലേക്ക് പാലും വെള്ളവും ചേർത്ത് തിളപ്പിക്കരുത്. കാരണം അങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ഇത് വീണ്ടും കട്ടി കൂടി വരികയാണ് ചെയ്യുക. ഇനി നമുക്ക് നമ്മളിതിലേക്ക് ചേർത്ത ഉള്ളിയും പട്ടയും ഇതിൽ നിന്ന് മാറ്റാം.
ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു നെയ്യിലിട്ടിട്ട് ഈ ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പും നമ്മൾ സാധാരണ പായസത്തിന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരുപാട് കളർ മാറി വരുമൊന്നും വേണ്ട. ഉള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം ഈ ഒരു നെയ്യിൽ നിന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. കാരണം ഉള്ളി നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉള്ളിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കറുപ്പും മുന്തിരിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഡ്രിങ്ക് ചെറിയൊരു ചൂടോട് കൂടി കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് കട്ടിയായിട്ട് തോന്നാമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് ചൂടുള്ള വെള്ളമോ ചൂടുള്ള പാലോ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. കാരണം ഇത് കുറച്ച് സമയം കഴിയുമ്പം ഇതൊന്ന് കട്ടിയായിട്ട് വരും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.